ഹിന്ദ് രജബ് പ്രഹരശേഷിയുള്ള ശബ്ദരേഖ. ഫലസ്തീനിൽ നിന്ന് ദൃശ്യങ്ങൾ മാത്രമല്ല സംസാരിക്കുന്നത്. ഒരു കൊടും കുറ്റത്തിൻ്റെ 70 മിനിറ്റ് ശബ്ദരേഖ ഇതാ ചരിത്രം പറയുന്നു, ചരിത്രമാകുന്നു. ചരിത്രത്തിലെ ഏറ്റവും കൊടിയ യുദ്ധക്കുറ്റത്തിൻ്റെ ഇരകളിൽ ഒന്നാണ് 6 വയസ്സുകാരി ഹിന്ദ് രജബ്. കാറിൽ രക്ഷപ്പെടാനായി പുറപ്പെട്ട കുടുംബത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ട ശേഷം ഒറ്റപ്പെട്ട് ഫോണിലൂടെ സഹായം ചോദിച്ച കുട്ടി. ഇസ്രായേൽ അവൾ ഉണ്ടായിരുന്ന കാറും നശിപ്പിച്ചു. 3 ആഴ്ച കഴിഞ്ഞാണ് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായത്. അൽ ജസീറ അവളെപ്പറ്റി പോഡ്കാസ്റ്റ് ചെയ്തു. TRT വേൾഡ് എന്ന തുർക്കി മാധ്യമം അവളുടെ അന്ത്യം നിർമ്മിത ബുദ്ധി ആനിമേഷൻ കൊണ്ട് പുനരാവിഷ്കരിച്ചു. ജനുവരി 29 ഗസക്കാരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ കൽപ്പന. ഹിന്ദ് രജബിന്റെ ഉമ്മ അവളെ കുറെ ബന്ധുക്കൾക്കൊപ്പം കാറിൽ അയക്കുന്നു. ഇസ്രായേലി സേന കാർ തടഞ്ഞു. ഹിന്ദും മറ്റൊരു പെൺകുട്ടിയും ഒഴിച്ച് എല്ലാവരും വെടികൊണ്ട് മരിച്ചു. മറ്റേ പെൺകുട്ടി ഫോണിൽ റെഡ് ക്രസന്റിനെ വിളിച്ചു. അവളെയും ഇസ്രായേൽ കൊന്നതോടെ മൃതശരീരങ്ങൾക്ക് നടുവിൽ ഇസ്രായേലി ടാങ്കുകൾ അടുത്തു വരുന്നതും നോക്കി ഹിന്ദ് ഇരുന്നു. خليكي يا عمري بالسيارة أنا رح أتمني فاتح الخط معاكي أتمني أحكي معك ما بدي أسكر التليفون تمام. റെഡ് ക്രസന്റ് വീണ്ടും വിളിച്ചു. പക്ഷേ അവരുടെ ആംബുലൻസും ഇസ്രായേൽ തകർത്തു. കുറെ നേരം ഉമ്മയോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഹിന്ദ് രജബ് രാവിന്റെ ഭീകരമായ ഏകാന്തതയിൽ പേടിച്ചരണ്ട് ഇരുന്നു. يا حبيبتي يا عمري والله معك هيني أنا مش تاركك بحكي معاكي ما بدي أصلا أتركك. حبيبتي والله لو بإيدي لأذيكي نحكي يا الله يا رب تحمينا. സംസാരിക്കുമ്പോൾ രക്തം വീഴുന്നു എന്ന് പറഞ്ഞു. പിന്നെ മൗനം. ആഴ്ചകൾ കഴിഞ്ഞ് ആ കാറും മൃതദേഹങ്ങളും രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തു. ആ ഫോൺ ശബ്ദരേഖ ചരിത്രരേഖയാണ്. നിസ്സഹായയായ കുഞ്ഞിൻ്റെ ദീനമായ അപേക്ഷയും ഒന്നും ചെയ്യാനാകാത്ത ഉമ്മയുടെ ആധിയും ഒരു ചിത്രീകരണത്തിൽ നിന്ന് അല്പം. ഇതിലെ ശബ്ദം യഥാർത്ഥമാണ്. എഴുപത് മിനിറ്റ് നീളമുള്ള ഈ ശബ്ദരേഖ ആധാരമാക്കി തുനീഷ്യൻ സംവിധായിക കൗസർ ബെൻ ഹനിയ ഹിന്ദ് രജബിന്റെ അനുഭവം അവളുടെ ശബ്ദത്തിലൂടെ പുനരാവിഷ്കരിച്ചു. പ്രസിദ്ധമായ വെനീസ് ചലച്ചിത്രമേളയിൽ ആ ഫിലിം പുരസ്കാരം നേടി. ദ വോയിസ് ഓഫ് ഹിന്ദ് രജബ്, ഹിന്ദ് രജബിന്റെ ശബ്ദം എന്ന് ഫിലിമിന്റെ പേര്. കണ്ടവരിൽ കരയാത്തവർ കുറവ്. ഫിലിം തീർന്ന ഉടനെ സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. خليكي معي لا تفصلي. أنا معاكي يا عمري أنا معاكي ليش حدا ياخذك بس يا حبيبتي طيب أميرة ما حتصيري طالبة شيء حتكبري وتصيري شيء أكثر شو بتحبي تصيري استكبري എഴുന്നേറ്റ് നിന്നുള്ള ആ കയ്യടി, സ്റ്റാൻഡിംഗ് ഒവേഷൻ, അതിൻ്റെ നീളം കൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചു. 23 മിനിറ്റ് നേരമാണ് അത് നീണ്ടു നിന്നത്. അരമണിക്കൂറോളം നേരം. ചിത്രത്തിൻ്റെ സംവിധായിക പറഞ്ഞ പോലെ ഹിന്ദ് രജബിൻ്റെ ആ ശബ്ദം വെറുമൊരു കുട്ടിയുടേതല്ല, ഗസയുടേതാണ്. കൂട്ടക്കശാപ്പ് നോക്കി നിൽക്കേണ്ടി വരുന്ന ലോകം കേൾക്കേണ്ട ശബ്ദമാണ്.
When I heard the first time the voice of Hind Rajab, there was something more than her voice. It was the very voice of Gaza asking for help, and nobody could enter. ധീരമായ മാധ്യമപ്രവർത്തനത്തിന്റെ അക്കൗണ്ടബിലിറ്റി ജേർണലിസത്തിന്റെ മാതൃകയായി ഈ ചിത്രത്തെ ജൂറി വിലയിരുത്തി. ഹിന്ദ് രജബിനെ പറ്റി ZAOയിലെ പ്രേം ഠക്കർ നേരത്തെ നിർമ്മിച്ച വീഡിയോ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുരസ്കാരം നേടി. ഹിന്ദ് രജബിനെ ഇസ്രായേൽ കൊന്നിട്ട് കൊല്ലമൊന്ന് കഴിഞ്ഞപ്പോഴും അമേരിക്ക ശ്രദ്ധിക്കാത്തതെന്ത് എന്ന തലക്കെട്ടിലുള്ള ഈ ഡിജിറ്റൽ വീഡിയോ റിപ്പോർട്ടിന് ഓൺലൈൻ ജേർണലിസം അവാർഡ് ലഭിച്ചു. വൈറ്റ് ഹൗസ് വാർത്താ സമ്മേളനങ്ങളിൽ അമേരിക്കയുടെ നിഷ്ക്രിയത്വത്തെപ്പറ്റി നിരന്തരം ചോദ്യമുന്നയിച്ചുകൊണ്ടിരുന്ന റിപ്പോർട്ടറാണ് പ്രേം ഠക്കർ. മാധ്യമങ്ങൾക്കും US വക്താക്കൾക്കുമെല്ലാം അറിയാം കുറ്റവാളി ഇസ്രായേലാണ് എന്ന്. എന്നിട്ടും Why? The world knows who this little girl was. Her name is Hind Rajab. 6-year-old Hind. Hind Rajab. Hind was among 6 bodies found inside this car. January 29th, 6-year-old Hind Rajab. It's now 197 days since Hind Rajab was killed. She kept begging, "Come get me." Her 6-year-old daughter, Hind Rajab, was killed. They heard her and her cousin begging for help on the phone. അവളുടെ ശബ്ദം കേൾക്കാത്തവരില്ല. പക്ഷേ US സർക്കാർ കേട്ട ഭാവം നടിച്ചില്ല. അങ്ങനെ എത്ര കുട്ടികൾ? What can we expect about the thousands and thousands of other kids Israel has killed in Gaza? The story of Hind Rajab is a story of a horrific killing. It's also the story of how the United States treats Israel with total, complete, unparalleled impunity. ഇസ്രായേലിന്റെ നുണകൾ ഭക്ഷണമാക്കിയ അമേരിക്ക ശരിക്കും കാണേണ്ടിയിരുന്ന വസ്തുതകൾ ഈ വീഡിയോ തുറന്നു കാട്ടി. As the US was busy backing Israel's illusion of investigation, independent investigators from UK-based research group Forensic Architecture discovered satellite imagery confirming that Israeli tanks were just meters away from Hind and her family's car on January 29th, the day they were killed, contrary to Israel's claims that they weren't in the area. കൊടിയ യുദ്ധക്കുറ്റത്തിന് ഉദാഹരണം വേണമെങ്കിൽ ഹിന്ദ് രജബ് എന്ന കൊച്ചു പെൺകുട്ടി അനുഭവിച്ചത് കാണുക. അവളുടെ ശബ്ദം കേൾക്കുക.